നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നമ്മുടെ MP രവികുമാറിനെ ഒരു മോളുണ്ട്, നല്ല സുന്ദരി കൊച്ചാ. സിനിമാ നടിമാര് തോറ്റു പോവും. പോരാത്തതിന് ഇട്ട് മൂടാനുള്ള സ്വത്തും. ആ കുട്ടിയാകുമ്പോ ഋഷിക്ക് നല്ല മാച്ചായിരിക്കും. രാധിക ടീച്ചർ ഇങ്ങനെ തുടങ്ങിയ എന്ത് ചെയ്യും ദേവിക ടീച്ചറെ? ഇവിടുത്തെ മുക്കാഭാഗം കുട്ടികൾക്കും അവര് ഫീസ് വാങ്ങി വേറെ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുക. അതിനുവേണ്ടി അവര് മനഃപൂർവ്വം സ്കൂളിൽ വെച്ച് വൃത്തിക്ക് ക്ലാസ് എടുക്കില്ല. ഇനി അവരുടെ അടുത്ത് ട്യൂഷന് വിട്ടില്ലെങ്കിൽ ആ കുട്ടികളെ അവർ സ്കൂളിൽ വെച്ച് ശിക്ഷിക്കും. അതാ അവരുടെ പതിവ്. എന്റെ മോനെ അവരുടെ അടുത്ത് ട്യൂഷന് വിടാനുള്ള ശേഷിയൊന്നും ഞങ്ങൾക്കില്ല. അതുകൊണ്ട് വെറുതെ രാധിക ടീച്ചറുടെ തല്ല് വാങ്ങി പിടിക്കുക. അവരകാരനായിട്ട് കുട്ടികളെ തല്ലുന്ന ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ആ ടീച്ചറെ കുറിച്ചുള്ള പരാതി മറ്റു പല ടീച്ചർമാരോടും പറഞ്ഞു മടുത്തു. പക്ഷെ അവരാരും അത് ചെവി കൊണ്ടില്ല. എല്ലാരും കൈയൊഴിഞ്ഞു. ദേവിക ടീച്ചറെങ്കിലും എന്നെ സഹായിക്കണം. നോക്കാം, എനിക്ക് സാധിക്കുന്ന ഞാൻ ചെയ്യാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. രാധിക ടീച്ചറുടെ അന്യായങ്ങൾ അവസാനിപ്പിക്കണം ടീച്ചറെ. ശരി മാഡം, ചെല്ല. ഞാൻ പറയാം. ടീച്ചറെ, എന്താടോ, എന്താ തന്റെ ഉദ്ദേശം? എന്റെ ട്യൂഷൻ പൊളിക്കാനാണോ ഇയാളുടെ ഭാവം? എന്നാര് പറഞ്ഞു? എനിക്ക് ആ വക ലക്ഷ്യങ്ങളൊന്നുമില്ല. പക്ഷേ കുട്ടികളെ അനാവശ്യമായി ദ്രോഹിക്കുന്ന പരിപാടി ടീച്ചർ അവസാനിപ്പിക്കണം. എടോ, താൻ എന്നെ പഠിപ്പിക്കാനൊന്നും നിക്കണ്ട. അത് താൻ വന്ന് കയറിയ അന്ന് തന്നെ ഞാൻ തന്നോട് പറഞ്ഞതാ. എന്താ ഇയാളുടെ പ്രശ്നം? പറയടോ, എന്താ ഇവിടെ? എന്റെ പ്രൈവറ്റ് ട്യൂഷന്റെ കാര്യം ഇവളിനി ജാനകി മേടത്തോടങ്ങാനും പറഞ്ഞു കൊടുക്കോ? എന്താ ദേവിക ഇഷ്യൂ? ചില ടീച്ചർമാര് ഇവിടെ പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്നുണ്ട്. അത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടാവുന്നുണ്ട്. ഞങ്ങളത് സംസാരിക്കായിരുന്നു. കുട്ടികൾക്ക് എന്ത് ബുദ്ധിമുട്ടാ ദേവികെ? പ്രൈവറ്റ് ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സ് സ്കൂളിൽ കുട്ടികൾക്ക് ഭംഗിയായി ക്ലാസ് എടുക്കുന്നില്ല. ദേവിക വരൂ. എന്തോ ഭാഗ്യത്തിന് തൽക്കാലം രക്ഷപ്പെട്ടു. ജാനകി മേഡവും ദേവിക ടീച്ചറും തമ്മിൽ നല്ല അടുപ്പത്തിലാണെന്ന് തോന്നുന്നല്ലോ. ദേവിക ഇരിക്കും. താങ്ക് യു മാം. പറയൂ, ഇവിടെ ആരാ പ്രൈവറ്റ് ട്യൂഷൻ എടുത്ത് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്? സോറി മാഡം, ആരുടെങ്കിലും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോ കുട്ടികൾക്കുണ്ടാവുന്ന പ്രയാസം നമ്മൾ എങ്ങനെയാ പരിഹരിക്കുക? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.